വ്ളോഗ് ആയിരിക്കും ഇതെന്ന് ചോദിച്ചാൽ ഫണ്ണാവാനുള്ളൊരു എനർജി ഇല്ല. ഈ വ്ളോഗ് ഇസ് ടോട്ടലി അബൌട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഇവിടുത്തെ ഒരു സിനിക് ബ്യൂട്ടിക്ക് എൻജോയ് ചെയ്യും. യെസ്, അങ്ങനെ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടിൽ കയറാൻ പോവാൻ. ചേട്ടാ യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റു, നമ്മളിപ്പം കയാക്കിംഗ് ചെയ്യാൻ വന്നേക്കാണ്. മോർണിംഗ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ വിചാരിച്ചു. സോ വൈ നോട്ട് കയാക്കിംഗ് അല്ലേ കൃഷ്ണ? അപ്പം നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇത് തൃപ്രയാറടുത്ത് ഒരു സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ ഏർലി മോർണിംഗ് ഒരു എക്സസൈസും ഒരു പക്ഷെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു നല്ലൊരു ക്ലൈമറ്റ്, പിന്നെ ഇവിടെ ഈ സീനറിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വെള്ളത്തിന് കുറച്ച് ആഴമുണ്ട്, പക്ഷെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ലൈക്ക് എവറിത്തിങ് ഇസ് സേഫ്. കണ്ടോ ഗൈസ്, രാവിലെ വരാൻ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണിത്. കൊക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ നടന്ന് പോകുന്നു. യെസ്, സൺറൈസ് ഒക്കെ കാണാൻ ദിസ് ഈസ് എ പെർഫെക്റ്റ് സ്പോട്ട്. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം സൺറൈസ് ഒക്കെ കാണാമായിരുന്നു തോന്നുന്നു. തുഴഞ്ഞുറഞ്ഞ് കുറച്ച് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം തുഴയാൻ തുടങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? തുഴഞ്ഞ് തൃപ്രയാർ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടം വരെ തുഴയെന്ന് തോന്നുന്നു അല്ലേ കൃഷ്ണ? പിന്നെ ഇവിടെ കുറേ വഞ്ചിക്കാരൊക്കെ ഉണ്ട്, മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്നതാന്ന് തോന്നുന്നു. ആയിരിക്കും, രാവിലെ വെറുതെ വഞ്ചിയിൽ ഇങ്ങനെ പോകത്തില്ലല്ലോ. അല്ലെങ്കിൽ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ. പിന്നെ വെള്ളത്തിന് കുറച്ചൊരു ഒഴുക്ക് പോലെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വെറുതെ ഇരുന്നാലും ഇങ്ങനെ പോകും. ജീൻസ് ഒന്നിട്ട് വരണ്ട, നനയും. അതെ, നനയും. പിന്നെ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ ഫോണൊക്കെ വെള്ളത്തിൽ വീഴും. സൂക്ഷിച്ച് ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മളും വെള്ളത്തിലേക്ക് വീഴും. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കൃഷ്ണപാവം തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. മരങ്ങളൊക്കെ ഉണ്ട്, കുറേ തെങ്ങ്, കുറേ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ സൈഡിൽ കാണാം. ദിസ് ഫീൽ സോ ഗുഡ്. എവിടെ എത്തിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കുണ്ട്, കൃഷ്ണക്കുണ്ടോ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നവരുടെ അടുത്ത് നിന്ന് ഇതൊക്കെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ. ഹായ്, എന്താണ് അമ്പലത്തിൽ നിന്നല്ലേ? എന്താണ് പൊട്ടുന്നത്? കത്തിനെയോ? അമ്പലത്തിലെ വെടിക്കെട്ടാണ് നമ്മളിപ്പം കേട്ടത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് സംഭവങ്ങളൊക്കെ വി ലെറ്റ് യു നോ. ഒരു ഫൺ വ്ളോഗ് ആയിരിക്കുമോ ഇതെന്ന് ചോദിച്ചാൽ നമുക്ക് ഫണ്ണാവാനുള്ളൊരു എനർജി ഇല്ല. നമ്മൾ ഫുള്ള് ഈ രാവിലത്തെ ഭംഗി ഇവിടെ ആസ്വദിക്കുകയാണ് അല്ലേ കൃഷ്ണ? യെസ്, കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ സണ്ണൊക്കെ ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മൾ ഈ വ്ളോഗ് ഇസ് ടോട്ടലി അബൌട്ട് എന്താ പറയുക, ജസ്റ്റ് നമ്മളിങ്ങനെ ഇവിടുത്തെ ഒരു സിനിക് ബ്യൂട്ടിക്ക് എൻജോയ് ചെയ്യും. പക്ഷേ നല്ല എനർജി ഉണ്ട്. ഞാൻ ഇത്ര നേരം തുഴയുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം തുഴയട്ടെ ഗായ്സ്. അപ്പോൾ നമ്മൾക്ക് കൃഷ്ണനെ കൊണ്ട് വ്ളോഗ് എടുപ്പിക്കാം അല്ലേ? നമ്മുടെ റോസ് കയാക്കിങ്ങിന്റെ ഒരു മെക്കാനിസം എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോ റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തുഴയണം. ലെഫ്റ്റ് ഇങ്ങനെ തുഴഞ്ഞാൽ യെസ്, നമ്മളങ്ങനെ നമ്മുടെ ഇതിനെന്താ പറയാ, ബോട്ടാ? എന്ത് ബോട്ടായിരിക്കും. നമ്മൾ സാധനം തിരിച്ചു. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, അതല്ല റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ വീണ്ടും റൈറ്റ് സൈഡിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് പോണ കൃഷ്ണ അവിടം വരെ. നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ തഴഞ്ഞു വന്നു. എന്നിട്ട് വയ്യാണ്ടായി. ഇവിടെ സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മാപ്പള്ളിയാണ്. തൂക്കുപാലത്തിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ തൂക്കുപാലൊക്കെ ഉണ്ട്. ഇവരാണ് നമ്മളുടെ കൂടെ കയാക്കിംഗ് റേസ് ചെയ്ത് തോറ്റവർ. ചേട്ടന്റെ ടീമാണ്. ചേട്ടാ യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല ഇവിടെ തൂക്കുപാലം ഉണ്ട്, നമ്മള് തൂക്കുപാലത്തിൽ കയറാൻ പോവാം. ഇപ്പൊ കൃഷ്ണക്കാണ് എക്സൈറ്റ്മെന്റ് കൂടുതൽ. പാലം കയറി കഴിഞ്ഞാൽ നമ്മൾ തുഴഞ്ഞു പോയ പുഴ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ തൂക്കുപാലം. ഏത് സ്ഥലത്തെ തൂക്കുപാലം ഇത്? ചെമ്മാപ്പള്ളി. ഓ, നമ്മുടെ ഓപ്പോസിറ്റ് ഒക്കെ ഇതിലെ വണ്ടി നമുക്ക് വണ്ടിയോ?
നമ്മളെ പോലെ കഷ്ടപ്പെട്ട് തുടങ്ങിയ കുറെ പേരുണ്ട്. ഇതാ ചേട്ടൻ അവിടെ എൻജോയ് ചെയ്യുന്നു. നമ്മളിപ്പോ തൂക്കുപാലത്തിന്റെ നടുവിലാണ് നിക്കണേ. ഇതവിടെയാണ്, ഇതിലാണ് നമ്മൾ നേരത്തെ തൊഴഞ്ഞു പോയ സ്ഥലം. പാലത്തിന്റെ അടിയിൽ വരെ പോയി, അവിടുന്ന് നമ്മൾ തിരിച്ചു. അതെ, എന്നിട്ട് നമ്മൾ ആദ്യം എത്തിയവരത്തേക്ക്. അതെ, ഇവരെക്കാളും അതൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല, നമ്മളെ തുഴയുന്നതിന് തിരക്കിലായിരുന്നു. അപ്പൊ അതിന്റെ ബോട്ടിന്റെ മുകളിൽ സോളാറാണ്. നേരത്തെ ഒരു ബോട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, സോളാർ ബോട്ട്. ഈ സോളാർ ബോട്ട് ആ ചേട്ടൻ പറഞ്ഞു കേരളത്തിലെ ഫുള്ളി സോളാർ ബേസ്ഡ് ബോട്ടായിരുന്നു ഇതെന്ന്. അപ്പൊ നമുക്ക് ആ ബോട്ട് ഒന്ന് കയറി കണ്ടോന്നും പറഞ്ഞു ചേട്ടൻ. നമുക്ക് ബോട്ട് കാണിക്കണം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ കേരളത്തിന്റെ സോളാർ ബോട്ടാണ്. ചേട്ടൻ ഒന്ന് പറയോ സോളാർ ബോട്ട്? സോളാർ ബോട്ടിനെ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിലത്തെ ആദ്യത്തെ ഒരു ബോട്ടാണ്. കേരളത്തിൽ വേറെ ഒരിക്കലും ഇല്ല അങ്ങനത്തെ ഒരു ബോട്ട്. ഇക്കോ ഫ്രണ്ട്ലി ആണ്, അതായത് പ്രകൃതിക്ക് ആ ഒരു ദോഷമില്ല. ഇതിൽ നിന്ന് പെട്രോൾ കത്താനാ, ഡീസൽ കത്താനാ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വേസ്റ്റ് പോകാനില്ല അതിന്. പിന്നെ അത് സോളാർ പവറിലാണ് കണ്ടിന്യൂസ് ഓടാം. ഇനിയിപ്പോൾ സോളാർ പവർ ഇല്ലെങ്കിൽ തന്നെ അതിന് ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, 5 മണിക്കൂർ ഓടാവുന്നുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇത് എറണാകുളത്തുള്ള ഒരു നവാൾട്ട് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയുള്ളതാണ്. അവരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ സോളാർ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഫസ്റ്റ് തന്നെ വൈക്കത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ലെവലിൽ. പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ ബോട്ടാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ ചെമ്മാപ്പള്ളി പറഞ്ഞ സ്ഥലം. കളക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. യെസ്, അങ്ങനെ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടിൽ കയറാൻ പോവാണ്. പ്രൈവറ്റ് ഗവൺമെന്റിന് എന്തോരം ഉണ്ടായിട്ടില്ലെന്നാ പറഞ്ഞേ. പ്രൈവറ്റ് നല്ലൊരു സീറ്റൊക്കെയാണ്. സോ ഗൈസ്, നമ്മൾ കേരളത്തിലെ ഫസ്റ്റ് സോളാർ ബോട്ടിലാണ്. കൊള്ളാം, നല്ല സംഭവമാണ്. ലുക്സ് നൈസ്. ഈ ബോട്ട് നമ്മള് ഇവിടെ ട്രിപ്പ് അടിക്കണതാണ്. നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരും. ഇത് അവർലി ബേസ് ആണ് നമ്മൾ പോണത്. ഇപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ എന്ന് അങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. 1 മണിക്കൂറിന് ഞങ്ങൾ ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ 3000 രൂപ. 2 മണിക്കൂറെന്ന് വെച്ചാൽ 5000 രൂപ. അങ്ങനെയാണ്. അതായത് 15 പേർക്ക് വരെ ഈ 1 മണിക്കൂറിൽ ഇപ്പൊ ഈ 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. 15 പേര് വരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക്. ഇപ്പൊ ഒരാളായാലും നിങ്ങൾ 1 മണിക്കൂറിന് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരാളായാലും 15 പേരായാലും ഈ ഒരു റേറ്റ് ആണ്. ബുക്ക് ചെയ്ത് വരാണെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ അതിപ്പോ ബുക്കിംഗ് ഇല്ലാത്ത സമയത്താണെന്ന് വെച്ചാൽ ഞങ്ങള് ഒരാളെ 100 രൂപ മേടിച്ചിട്ട് ഇവിടുന്ന് തൃപ്പയാർ അമ്പലം വരെ പോയിട്ട് തിരിച്ചു വരും. മിനിമം 5 പേര് വേണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആര് വന്നാലും ഇവിടെ ബോട്ട് ഇവിടെ അവൈലബിൾ ആണെന്ന് വെച്ചാൽ അവരിപ്പോ ഒരു 5-10 പേരെന്ന് വെച്ചാലും നമ്മൾ ഒരാളെ 100 രൂപ മേടിച്ച് തൃപ്പയാർ വരെ പോയിട്ട്. അപ്പൊ പലരായിട്ട് കയറാം. ഇത് ബുക്ക് ചെയ്ത് വരുമ്പോ വെച്ചാൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരാളായാലും 15 പേരായാലും അത് നിങ്ങളുടെ ഫാമിലി മാത്രം, വേറൊരാളുണ്ടാവും. അതിന് മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വയ്ക്കാം. പിന്നെ മൈക്ക് സെറ്റ് ഉണ്ട്. ചെറിയ പിക്നിക് പോലെ അത് ചെയ്യാൻ പറ്റും. ആളാണ് വരുന്നത് ഇവിടുന്ന്. കൃഷ്ണയുടെ നെക്സ്റ്റ് ഫാമിലി പിക്നിക് ഇവിടെ പ്ലാൻ ചെയ്യുന്നോ? സ്പോൺസർഡ് ബൈ കൃഷ്ണ സ്റ്റേറ്റ്. പാട്ടൊക്കെ പാടി ആസ്വദിച്ച് പോവാം നിങ്ങൾക്ക്. എല്ലാ സൗകര്യം. പിന്നെ ഭക്ഷണം വേണമെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഏർപ്പാടാക്കി. ഇവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള ടേബിൾ, എല്ലാ സൗകര്യങ്ങളുണ്ട്. വെള്ളം വാഷ് ബേസിനുണ്ട്, പിന്നെ കുടിക്കാനുള്ള വെള്ളം, എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ. കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഫുൾ സെറ്റപ്പാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇത് സൈലന്റ് ആണ്. ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും ഇലക്ട്രിക് ടി വി ഉണ്ട്. ടി വി എന്ന് പറഞ്ഞപ്പോ ഒരു കമ്പനി പ്രസന്റേഷൻ നടത്തണം. നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ആണ്, പലപ്പോഴും മീറ്റിംഗുകൾ നടക്കാറുണ്ട് അവിടെ. അപ്പൊ അവര് വന്നിട്ട് ഒരു പ്രസന്റേഷൻ ടി വി വേണമെന്ന് പറയുമ്പോൾ ആ ടി വി ഇത് ഉപയോഗിക്കാം. പിന്നെ ഇലക്ട്രിക് സോളാർ ആയതുകൊണ്ട് സൗണ്ട് ഇല്ല, തീരെ സൗണ്ട് ഇല്ല, തീരെ. പിന്നെ വേറെ പ്രത്യേകിച്ച് പലർക്കും ഈ പെട്രോളിന്റെ മണം പിടിക്കില്ല, ഡീസലിന്റെ മണം പിടിക്കില്ല. ഇതൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു സ്മെല്ലും ഇല്ല. ഇതിന്ന് സൈലന്റ് ആണ്. ആകെ ശബ്ദം കേൾക്കാന്ന് വെച്ചാൽ പങ്ക വെള്ളത്തിലടിക്കുമ്പോൾ ഒരു ശബ്ദം മാത്രമേ പിന്നെ കേൾക്കാനുള്ളൂ. അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല, ചില സമയത്ത് അതും ഉണ്ടാവില്ല. ഫുൾ സൈലന്റ് ആണ്. കറ്റാമറൈൻ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെട്ട ബോട്ടാണ്. കറ്റാമറൈൻ വിഭാഗം എന്ന് പറഞ്ഞാൽ സാധാരണ ബോട്ടൊക്കെ അടിഭാഗം ഒറ്റ ഹള്ളുണ്ടാവും, ഏറ്റവും അടിഭാഗത്ത്. ഇതിന് 2 ഹള്ളാണ്. അത് നോർമൽ പറഞ്ഞാൽ 2 നാടൻ വഞ്ചി വെച്ച് അതിന്റെ മുകളിൽ ബോഡി ഇട്ടിട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ യാത്രക്കാർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇതാണ്. എല്ലാവരും കൂടി ഒരു സൈഡിലേക്ക് വന്നാൽ ഇത് മറിയില്ല. ഇത് ജസ്റ്റ് അങ്ങനെ ഒരു ഇത് ചെരിഞ്ഞിങ്ങനെ നിൽക്കാനായിട്ട് മറിയില്ല. കാരണം അങ്ങനത്തെ സേഫാണ്. ഇപ്പൊ ഈ കൊച്ചി മെട്രോ ഒക്കെ ഇങ്ങനത്തെ ബോട്ടുകളാണ് ഇറക്കുന്നത്. കാരണം യാത്രക്കാർക്ക് ഏറ്റവും സൗകര്യമാണ്. അതന്നെ അവരൊക്കെ ഈ കറ്റാമറൈൻ വിഭാഗത്തിൽപ്പെട്ടാണ്. അത് ഇലക്ട്രിക് ബോട്ടാണ്. അത് ബാറ്ററി വർക്ക് ചെയ്യണത്. ഇത് ബാറ്ററി അല്ല, സോളാർമ വർക്ക് ചെയ്യണം. അതാണ് പറഞ്ഞാൽ കേരളത്തിൽ പ്രൈവറ്റ് മേഖലയായ ബോട്ടാണ് ഇവിടെ. ഇത് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ചെമ്മാപ്പള്ളി. ഞങ്ങളുടെ കമ്പനിയുടെ കൊണോളി ക്രൂയിസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. അപ്പോൾ ഇവിടെ വരിക, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കുക. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ അടിച്ചു വിളിക്കാം. എന്റെ പേര് ദിലീപ് കുമാർ എന്നാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പൊ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോ തുടങ്ങിയൊരു സംരംഭമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഞങ്ങൾക്കിവിടെ വഞ്ചിയുണ്ട്, പെഡൽ ബോട്ടുകളുണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാ ഒരു
ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പോയെന്ന് വെച്ചാൽ ഇവിടെ എന്റർടൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആദ്യമൊന്നും ഒന്നും ഉണ്ടായില്ല. ഇത് വന്നതോടുകൂടി ഈ ഭാഗമൊക്കെ വളർന്നു. പിന്നെ ഈ ഐലൻഡ് അത് ഞങ്ങളുടെയാണ്. ഈ ഐലൻഡിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഒരു ഡേ പാർട്ടി ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങളത് റിസോർട്ടാക്കാൻ പോണു ഈ ഐലൻഡ്. ഇതിന്റെ ഉള്ളിൽ വലിയൊരു ഷെഡ് കെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേയിൽ ഒരു 10-15 പേർക്കൊക്കെ വന്നിട്ട് ആഘോഷിക്കാം. പിന്നെ ഇതാണ് അതിന്റെ ആക്സിലേറ്റർ. 2 എഞ്ചിനുണ്ട്. സാധാരണ ബോട്ടിനൊക്കെ ഒരു എഞ്ചിനല്ല, ഇതിന് 2 എഞ്ചിനുണ്ട്. ഒരു എഞ്ചിൻ വർക്ക് ചെയ്യലിങ്ങനെ അടുത്ത എഞ്ചിനുണ്ട് നമുക്ക് ഉണ്ടാവും. 2 ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യും. അത് ഒരെണ്ണം ഫെയിൽ ആയിക്കാൻ തന്നെ രണ്ടാമത്തെ നമുക്ക് പോകാമെന്നാണ്. ഇതിനങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ ലൈഫ് ജാക്കറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ കയ്യെത്താവുന്ന ദൂരത്ത് തന്നെ വെച്ചിട്ടില്ല. ഇവിടെ കയാക്കിങ് കഴിഞ്ഞ് വന്നപ്പോ ഇപ്പത്തെ സൈഡിലെ പറഞ്ഞില്ല ബോട്ട് ഉണ്ട്. ഈ ബോട്ടില് ഇവര് കൊണോളി ക്രൂസ് എന്ന് പറഞ്ഞിട്ട് ഇവരാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്, നൈസ് ആണ്. ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്കൊരു പിക്നിക് പോലെ നടത്താനോ അല്ലെങ്കിൽ വല്ല മീറ്റിംഗ്സ് ആണെങ്കിൽ അത് നടത്താനോ ഒക്കെ നൈസ് ഒരു സ്ഥലമാണ്. പിന്നെ ആ ചേട്ടൻ പറഞ്ഞത് സോളാർ ആയതുകൊണ്ട് തീരെ സൗണ്ട് ഇല്ല. അപ്പൊ നമ്മുടെ ഫാമിലീസിനൊപ്പം ഒരു നല്ല നൈസ് ടൈം വേണമെങ്കിൽ ഇവിടേക്ക് എല്ലാരും വരാം. ചെന്നാപ്പള്ളിയിലാണ് സ്ഥലം. അപ്പം എല്ലാവരും വരാ, കയാക്കിംഗ് ചെയ്യാ. Yeah, and let me know what you like about it.